ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ആദ്യം ബീഫ് വേവിച്ചെടുക്കണം. കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയൊരു കഷ്ണം സവാളയും പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കാം. ചോറ് വെക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. സ്പൈസസുകളെല്ലാം ഇട്ട് കൊടുത്ത ശേഷം സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വേണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ബീഫ് മസാലയും ഗരം മസാലയും എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കറിവേപ്പില, മല്ലിയില, പുതിനയില ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ.